ദീപകിൻ്റെ ആത്മഹത്യക്കാരനായ ഷിംജിതയ്ക്ക് ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല. അവരിപ്പോഴും ജയിലിൽ തന്നെയാണ്. അതിന് കാരണമോ കോടതി ജനങ്ങളുടെ പ്രതികരണത്തെ മുഖവരിക്കെടുത്തോ എന്ന് സംശയമുണ്ട്. ഷിംജിതയ്ക്കെതിരെയുള്ള ആത്മഹത്യാ പ്രേരണ കുറ്റമുണ്ടല്ലോ, അതൊരിക്കലും നിലനിൽക്കില്ല. ഒരു വീഡിയോ എടുത്ത് അത് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുന്നു. അത് കണ്ട് മനനൊന്ത ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു. അതുകൊണ്ട് ആ ആത്മഹത്യ കാരണം ഈ വീഡിയോ പ്രചരിപ്പിച്ച ആളാണെന്ന് ധാരണ വന്നുകൊണ്ട് അവർക്കെതിരായിട്ട് ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കുന്നു. അവർ ജയിലടക്കുന്നു. ഇതാണ് ഷിംജിതയ്ക്കുള്ള കേസ്. ആത്മഹത്യാ പ്രേരണയ്ക്ക് വകുപ്പ് IPC 306 ഇപ്പോഴത്തെ പുതിയ ബീനസ് 113 ഒരാൾ ആത്മഹത്യ ചെയ്തത് മറ്റൊരാളെ പ്രതിയാക്കി ചേർക്കണമെങ്കിൽ, ആ കുറ്റം നിലനിൽക്കണമെങ്കിൽ നേരിട്ടുള്ള ബന്ധമുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അയാളെ ആത്മഹത്യ ചെയ്യിപ്പിക്കാൻ പ്രേരണ ഉണ്ടായിരിക്കണം. ഇയാൾ മരിക്കണം, അതിനുവേണ്ടി ചെയ്യുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അത്തരം കുറ്റങ്ങൾ മാത്രമേ ഈ ആത്മഹത്യാ പ്രേരണയ്ക്ക് നിലനിൽക്കുള്ളൂ. ദീപക്കോ യാതൊരു ബന്ധവുമില്ല. ഇവർക്ക് ജസ്റ്റ് ഫോട്ടോ എടുത്ത് പോയി, അത് ഒരു സംസാരം പോലും നടന്നിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ദീപക്കിനോട് ഇയാളൊന്നും വർത്തമാനം പറഞ്ഞിട്ടില്ല, ഭീഷണിപ്പെട്ടിട്ടില്ല. അവിടെ പറയുകയാണ് നിന്നെ കാണിച്ചത് നീ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ന്യായമാണ്. അപ്പോൾ ആത്മഹത്യയുമായിരുന്നു. ഇതൊന്നും സംഭവിക്കാത്ത ഒരാൾ എങ്ങനെയാണ് ഈ ആത്മഹത്യ പ്രേരണ കുറ്റത്തെ ശിക്ഷിക്കാനാവുക? പക്ഷേ കോടതി ജാമ്യം അനുവദിക്കുന്നില്ല. ചിലപ്പോൾ ജനങ്ങളുടെ പ്രതികരണത്തെ മുഖവിലേക്ക് എടുത്തുകൊണ്ടായിരിക്കാം. കാരണം സാധാരണയായിട്ട് കേരളത്തിൽ അല്ലാത്തൊരാളാണെങ്കിൽ, അത് പത്രം വായിക്കാത്ത മലയാളി അല്ലാത്ത ഒരു ജഡ്ജാണ് തീരുമാനിക്കുന്നതെങ്കിൽ സ്വാഭാവികം ഇതൊന്നും ശ്രദ്ധിക്കില്ല. അവർ നിയമപരം മാത്രം നോക്കുള്ളൂ. പത്രങ്ങളിലോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മാധ്യമങ്ങളിലെ കാര്യങ്ങൾ നോക്കാറില്ല, നോക്കാൻ പാടില്ല. അത് ഭരണഘടന വിരുദ്ധമാണ്. നിങ്ങൾ കുറ്റവാളിയാണ്, കുറ്റവാളി എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, ആ കുറ്റവാളി ഈ നിയമപ്രകാരം കുറ്റം ചെയ്തിട്ടുണ്ടോ അത് മാത്രം നോക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിക്കേണ്ട സമയം കുറേ കഴിഞ്ഞു പോയിരിക്കുന്നു. സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് അപമാനം, നാണക്കേട് തുടങ്ങിയവകൊണ്ട് ആത്മഹത്യ ചെയ്താലൊന്നും ഇത് കുറ്റമാകുകയില്ല. ചിലപ്പോൾ ഷിംജിത ഒരിക്കലും പോലും പ്രതീക്ഷിച്ച് കാണില്ല ഇയാൾ ആത്മഹത്യ ഒന്നും. അങ്ങനെ ഒരു ആഗ്രഹം ഇവർക്ക് ഉണ്ടാവില്ല മരിക്കണം എന്നുള്ളത്. ചിലപ്പോൾ ഷിംജിതയ്ക്ക് ഇപ്പോൾ കുറ്റബോധം ഉണ്ടാവാം, ജയിലിൽ കിടന്ന് നന്നായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ ആ കുറ്റബോധം കൊണ്ട് അവിടെയും ആത്മഹത്യ ചെയ്യും. ചിലപ്പോൾ നിയമം പ്രവർത്തിക്കേണ്ടത് വികാരത്തിങ്ങളിലോ സങ്കടത്തിലോ സഹതാപത്തിലോ അല്ല, നിയമപ്രകാരം തന്നെയായിരിക്കണം. അവരുടെ ഉദ്ദേശം വെച്ചാൽ എന്നെ ഉപദ്രവിച്ചു അത് കാണിക്കാൻ വേണ്ടി മാത്രം അവിടെ കാണിച്ചിട്ടുള്ളത്. അത് ഉണ്ടോ ഇല്ലയോ പ്രശ്നം വേറെ. അതുകൊണ്ട് ഈ നിലനിൽക്കാത്ത കേസിന് പോലും കോടതി ഇവർക്ക് ജാമ്യം അനുവദിക്കാത്തത് എന്താണെന്നറിയില്ല. ഒരു പ്രതിക്ക് ജാമ്യം അനുവദിക്കണമെങ്കിൽ ചില കണ്ടീഷൻ ഉണ്ട്. ഗുരുതരമായ കുറ്റം ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അവർ ഒളിവിൽ പോകാൻ സാധ്യത ഉണ്ടാവണം, സാക്ഷികൾ സ്വാധീനിക്കാൻ ശ്രമിക്കണം, അന്വേഷണം തടസ്സം നിൽക്കണം. അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അത്രയും വലിയ പ്രതികളായിരിക്കണം. ഇങ്ങനെയുള്ള വ്യവസ്ഥ കൊണ്ട് മാത്രമേ ജാമ്യം നിശ്ചയിക്കേണ്ട ആവശ്യമുള്ളൂ. പുതിയ വികാരങ്ങളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ വൈറൽ വികാരങ്ങളോ അല്ലെങ്കിൽ വൈറൽ വീഡിയോകളൊന്നും തന്നെ നിയമത്തിനെ ബാധിക്കാൻ പാടില്ല. 2020 സുപ്രീം കോടതി മനോരഞ്ജൻ ഗോസ്വാമിൻ്റെ കേസിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പബ്ലിക്കിൻ്റെ വികാരങ്ങളൊന്നും ജാമ്യത്തിലോ കോടതിയിലോ ബാധിക്കില്ല. അതുകൊണ്ട് ജാമ്യം അനുവദിക്കുന്നതിൽ പബ്ലിക്കിൻ്റെ വികാരം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്ന് കൃത്യമായും പറഞ്ഞിട്ടുണ്ട്. നിയമം വികാരങ്ങൾ കീഴടങ്ങിയാൽ നീതി പരാജയപ്പെട്ടു പോകും.